Sevens Golden Diamonds, Ermalur, Vadadala. മട്ടാഞ്ചേരി ബോട്ട് ജെട്ടിയിൽ നിന്ന് ബോട്ട് സർവീസ് ഇനിയും വൈകും. ഡ്രഡ്ജിംഗ് മന്ദഗതി. മട്ടാഞ്ചേരി ബോട്ട് ജെട്ടിയിൽ നിന്ന് ബോട്ട് സർവീസ് ഇനിയും വൈകും. KJ മാക്സി MLA ബോട്ട് സർവീസ് ആരംഭിക്കുന്നത് സംബന്ധിച്ച നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഡ്രഡ്ജിംഗ് പൂർത്തീകരിച്ചാൽ മാത്രമേ ഇവിടേക്കുള്ള ബോട്ട് സർവീസ് ആരംഭിക്കാൻ കഴിയൂ എന്നുള്ള മറുപടിയാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നൽകിയത്. 2 വർഷമായി ഈ ജലപാതയിൽ എക്കലും ചെളിയും നീക്കം ചെയ്യുന്ന ജോലികൾ ആരംഭിച്ചിട്ട്, പക്ഷേ ജോലികൾ മാത്രം തീരാത്ത അവസ്ഥയാണ്. ബോട്ട് ജെട്ടി നവീകരണ ജോലികൾ പൂർത്തിയായിട്ടും ജെട്ടി ഉദ്ഘാടനവും പ്രവർത്തനവും എന്ന് തുടങ്ങുമെന്നത് അനിശ്ചിതമായി നീളുന്ന സാഹചര്യമാണ്. 10 മാസമായി ജെട്ടിയുടെ നവീകരണം പൂർത്തിയായിട്ട്. 2018 പ്രളയ ദുരിതത്തെ തുടർന്ന് പൂർണ്ണമായി നിർത്തലാക്കിയ മട്ടാഞ്ചേരി ജെട്ടി 5 വർഷമായി അടഞ്ഞു കിടക്കുകയാണ്. പ്രാദേശിക പ്രതിഷേധങ്ങളും തടസ്സങ്ങളും നിർമ്മാണ സാമഗ്രികളും മോഷണങ്ങളും ജെട്ടി നവീകരണത്തിന് തടസ്സങ്ങളും വെല്ലുവിളിയുമായി. 1 കോടിയോളം രൂപ ചെലവിലാണ് ജെട്ടി നവീകരണം നടന്നത്. എക്കൽ നീക്കത്തിന് 5 കോടി രൂപയായിരുന്നു കരാർ തുക. 2022 ഏപ്രിലിൽ ചെളി നീക്കൽ പ്രവർത്തനം തുടങ്ങിയെങ്കിലും ചെളി നിക്ഷേപിക്കുന്നതിനെ തുടർന്ന് പ്രാദേശിക പ്രതിഷേധത്തെ തുടർന്ന് ഇടയ്ക്ക് നിർത്തിവെക്കുകയായിരുന്നു. പ്രതിസന്ധി പരിഹാരവുമായി നീക്കം ചെയ്യുന്ന ചെളി പുറംകടലിൽ നിക്ഷേപിക്കുവാൻ തീരുമാനമായെങ്കിലും ഒന്നും നടന്നില്ല. ഓണവും പിന്നീട് പുതുവത്സര സമ്മാനമായി ജെട്ടി ഉദ്ഘാടനം നടക്കുമെന്ന് കരുതിയെങ്കിലും അനിശ്ചിതമായി തുടരുകയാണ്. ചരിത്ര പ്രാധാന്യമുള്ള മട്ടാഞ്ചേരി ജെട്ടി വാണിജ്യ ടൂറിസം കേന്ദ്രത്തിലെ പ്രധാന യാത്രാമാർഗ്ഗങ്ങളിലൊന്നാണ്. കൊച്ചി മഹാരാജാവിന്റെ യാത്രാവള്ളങ്ങൾ നടക്കുന്ന ജെട്ടിക്ക് സമീപം രാജാവ് നൽകിയ സ്ഥലത്ത് ജനങ്ങൾക്കായി ജലയാത്രാ സൗകര്യമൊരുക്കാൻ 1930കളിൽ നിർമ്മിച്ച ജെട്ടി സംസ്ഥാനത്തെ ആദ്യകാല ജെട്ടികളിലൊന്നാണ്. സ്വാതന്ത്ര്യാനന്തരം ജലഗതാഗത വകുപ്പിന് കീഴിലെത്തിയ ജെട്ടി നിരന്തര അവഗണനയെ തുടർന്ന് നശിക്കുകയായിരുന്നു. തുറമുഖം, ഫോർട്ട് കൊച്ചി, കൊച്ചി നഗരം എന്നിവയുമായി പ്രതിദിനം 60ഓളം സർവീസുകളിലൂടെ 5000 മുതൽ 6000 രൂപയുടെ വരുമാനമാണ് ഇവിടെ നിന്നും ലഭിച്ചിരുന്നത്. കൂടാതെ ടൂറിസ്റ്റ് ബോട്ടുകൾ അടുപ്പിക്കുന്നതിലൂടെയുള്ള വരുമാനം വേറെയും. തുറമുഖ നഗരിക്ക് സമാന്തരമായുള്ള മട്ടാഞ്ചേരി ജെട്ടിയിൽ നിന്ന് പ്രകൃതി കാഴ്ച വിദേശ നഗരങ്ങളിലും ചർച്ചാ വിഷയമായിട്ടുണ്ട്. 2016 ജെട്ടിയിൽ എക്കൽ അടിഞ്ഞതിനെ തുടർന്ന് വേലിയേറ്റ സമയത്ത് സർവീസ് ക്രമീകരണം നടത്തിയെങ്കിലും 2018 ബോട്ട് സർവീസ് പൂർണ്ണമായും നിർത്തലാക്കി. 6 വർഷമായി അടച്ചുപൂട്ടിയ ബോട്ട് ജെട്ടി നിരന്തര ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് 2021 നവീകരണം ആരംഭിച്ചത്. ബോട്ടിലേക്കുള്ള നടപ്പാത, ടിക്കറ്റ് കൗണ്ടർ, യാത്രക്കാർക്കും ജീവനക്കാർക്കുമുള്ള വിശ്രമമുറികൾ എന്നിവയാണ് നവീകരണത്തിൽ ഉൾപ്പെടുത്തിയത്. ഇതിനു പുറമെ കായൽ ഡ്രഡ്ജിംഗും പദ്ധതിയിലുണ്ടായിരുന്നു. 3 ഘട്ടങ്ങളിലാണ് നവീകരണം നടന്നത്. 2022 നവീകരണം പൂർത്തിയാക്കി ബോട്ട് സർവീസ് തുടങ്ങുമെന്നായിരുന്നു പ്രഖ്യാപനം. നിർമ്മാണം പൂർത്തിയായിട്ടും ഡ്രഡ്ജിംഗ് ജോലികൾ പൂർത്തിയായാൽ മാത്രമേ സർവീസ് ആരംഭിക്കാനാവൂ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് എന്ന് തീരുമെന്നും ആർക്കും അറിയാത്ത സാഹചര്യമാണ്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.